മരുഭൂമി പോലെ ഊശ്വരമായേക്കാവുന്ന പ്രവാസ ജീവിതത്തിൽ വീണ് കിട്ടുന്ന ഓരോ ഇടവേളകളും ആനന്ദകരമാക്കാൻ ശ്രമിക്കുന്നവരാണ് ഓരോ പ്രവാസികളും. അങ്ങനെ മനോഹരമായൊരു ഇടവേള നമുക്ക് സമ്മാനിക്കാൻ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഖത്തറിൻ്റെ സ്വന്തം താരമാണ്. കുറച്ചേറെ വർഷങ്ങളായി ഖത്തറിൽ പ്രവാസിയായി ജീവിക്കുകയും തൻ്റെ പാഷനായ അഭിനയം അതിൻ്റേതായ ഡെഡിക്കേഷനോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന നമ്മുടെ സ്വന്തം ശ്രീ ഹരിപ്രശാന്ത് വർമ്മ. GP എൻ്റർടൈൻമെൻറ്റ് മീഡിയ ഒരുക്കുന്ന ഈന്തപ്പനകളുടെ നാട്ടിൽ ഒരിടവേള രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് സ്വാഗതം ഹരിച്ചേട്ടാ. എന്താണ് നമ്മുടെ പ്രവാസികളോട് പറയാം? നമ്മൾ പ്രവാസികൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2022 മുതൽ ഞാനും ഒരു പ്രവാസിയാണ്. അപ്പോൾ ഖത്തറിൽ വന്ന് പിന്നെ അത്യാവശ്യം സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ എല്ലാവരും പ്രവാസിയുടെ ബുദ്ധിമുട്ട് ഇത് വിഷമതകൾ എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് തോന്നിയൊരു സ്ഥലമാണ് ഖത്തർ. ചെറിയ ശമ്പളമുള്ള ആളുകൾ മുതൽ ലക്ഷങ്ങൾ വളരെ ഹൈ സാലറി മേടിക്കുന്ന ആൾക്കാർ വരെ ഒരേപോലെ ജീവിക്കുന്ന, അല്ലെങ്കിൽ ഒരേ രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ എന്ന് വേണം പറയാം, കൊണ്ടുപോകുന്ന ഒരു നാട്. അതിപ്പോൾ ഒരുപാട് ശമ്പളമുള്ള ആൾക്കാർ മാത്രമൊന്നുമല്ല, ചെറിയ ശമ്പളമുള്ള ആൾക്കാരും ദേ ഓൾ സെലിബ്രേറ്റ് ലൈക്ക് ഒന്ന് ഇവിടെ അങ്ങനെ ക്ലൈമാറ്റിക് ഇഷ്യൂസ് ഉള്ള കാരണം എപ്പോഴും പുറത്തിറങ്ങാൻ അങ്ങനെയൊന്നും പറ്റുന്നില്ല. ഒരു പറ്റുന്ന സമയത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് ഓണം, ഇപ്പോൾ കേരളത്തിലെ ഓണം എന്ന് പറഞ്ഞാൽ ആ ഒരു 10 ദിവസത്തെ അവധിയും 3 ദിവസത്തെ ഓണം കൊണ്ട് തീരുന്നതാണ്. പക്ഷേ ഇവിടുത്തെ ഓണം എന്ന് പറയുന്നത് ഒരു 3-4 മാസം നീളുന്നൊരു ആഘോഷമാണ്. പല സംഘടനകളും പല വെള്ളിയാഴ്ചകളിലും ശനിയാഴ്ചകളിലുമായിട്ട് ഓരോ പരിപാടികൾ വയ്ക്കുന്നു, പരിപാടികൾ നടത്തുന്നു. കലാകാരന്മാർ ലൈക്ക് ഇവിടുത്തെ തന്നെ കുട്ടികളും ആൾക്കാരും തന്നെ നടത്തുന്ന പരിപാടികൾ, ഒരുപാട് ടാലൻറ്റുകളുണ്ട് ഇവിടെ. എല്ലാവരും അത് എൻജോയ് ചെയ്ത് പോകുന്നു. ഓണത്തിൻ്റെ ആഘോഷം ഏതാണ്ട് തീരാറുമ്പോഴത്തേക്കും ക്രിസ്മസ് തുടങ്ങും. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുന്ന, കൂട്ടായ്മയോടുകൂടി സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന ഒരു സ്ഥലമായിട്ട് ആണ് എനിക്ക് ഖത്തറിനെ കാണാൻ പറ്റുള്ളൂ. പിന്നെ മറ്റൊരു വശം നോക്കിയാൽ ആൾക്കാരുടെ പരസ്പര സഹായിക്കുന്ന ഒരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ, അത് ഭയങ്കര അപ്രീഷിയേറ്റഡ് ആണ് ഇവിടെ. ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ട് എന്നറിഞ്ഞാൽ അയാളെ സഹായിക്കാൻ ഇവിടെ ഒരു 100 പേരെങ്കിലും ഉണ്ടാവും മിനിമം. അത് പുള്ളിയുടെ സ്ഥലത്തുള്ള ആൾക്കാരായിരിക്കാം, മറ്റു മലയാളികളായിരിക്കാം, ഓഫീസിലുള്ള ആൾക്കാരായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ അയാൾക്ക് വേണ്ട സഹായം ഇവിടെ കിട്ടിയിരിക്കും. ഹീൽ ബി സേഫ്. അപ്പോൾ അങ്ങനെ പ്രവാസി ആയിട്ടിപ്പോൾ 2.5 കൊല്ലത്തോളം ആയതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ സിനിമയും കാര്യങ്ങളും അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയും it's actually I'm really enjoying this life being a പ്രവാസി. പ്രവാസ ജീവിതത്തിനെ പറ്റിയും പ്രവാസികളെ പറ്റിയുമുള്ള അനുഭവങ്ങളും രസകരമായ കഥകളും പങ്കുവയ്ക്കുന്ന JP എൻ്റർടൈൻമെൻറ്റ് മീഡിയ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്ന ഈ ഈന്തപ്പനകളുടെ നാട്ടിലൊരു ഇടവേള എന്ന പരിപാടി എല്ലാവരിലേക്കും എത്തണം, എല്ലാവരും ഇത് കാണണം. ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും. താങ്ക് യു. ഈന്തപ്പനകളുടെ നാട്ടിൽ ഒരിടവേള എന്ന ഈ പ്രോഗ്രാമിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററിൽ താരജാടകളൊന്നും ഇല്ലാതെ ഒരു പച്ച മനുഷ്യനായി പ്രവാസിയുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച ഹരിച്ചേട്ടനോടുള്ള എല്ലാ നന്ദിയും സ്നേഹവും ഈ സമയം അറിയിക്കുന്നു.